എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? കീമോയും റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും വിളിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഫോളോ അപ്പ് ചെയ്ത് 8 മാസമായി അല്ലെങ്കിൽ 1 വർഷമായി, പക്ഷെ ഇപ്പോഴും സ്കിന്ന് ഇരുണ്ടിട്ടാണ് ഇരിക്കുന്നത്, പഴയ പോലെ ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല. ചേച്ചി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ദയവായിട്ട് നിങ്ങൾ ക്രീം ഒന്നും യൂസ് ചെയ്യാതെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന നമ്മുടെ എന്താ പറയുക പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഞാൻ അത്തരം സാധനങ്ങളാണ് ഉപയോഗിക്കാറ് എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് അപ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് കീമോയും റേഡിയേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് റിങ്കിൾസ് വരികയും ഡള്ളാവുകയും ഒക്കെ ചെയ്യും. എന്തായിട്ടും അത് മാറും. ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ചാണ്. ചിലർക്കത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ശരിയാവും, ചിലർക്കത് നീണ്ടുപോകും. പക്ഷേ നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിക്കാതെ, ചിലർ പറയും, പണ്ടുള്ളവർ പറയും കസ്തൂരി കയ്യിൽ വെച്ചിട്ട് തിരഞ്ഞു നടക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ കിച്ചണിലുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന സാധനങ്ങളുണ്ട്, ഏറ്റവും റിസൾട്ട് തരുന്ന സാധനങ്ങൾ. ചിലർ പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമല്ല, പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴുള്ള മുല്ലയ്ക്ക് മണം മാത്രമല്ല ഗുണമുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെയുള്ള ഏറ്റവും നേച്ചുറലായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള, കോസ്റ്റ്ലി അല്ലാത്ത, നമുക്ക് ഏത് സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാവും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. ഒന്നുമില്ല, ഞാൻ എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ കാണിച്ചു തരാം. ഇത് റാഗിപ്പൊടിയാണ്. ഞാൻ എപ്പോഴും റാഗിയുടെ ഗുണങ്ങൾ കഴിക്കുന്നതിനെ പറ്റി നിങ്ങളെടുത്ത് പറയാറുണ്ട്. ഇത് ഉള്ളിലും കഴിക്കുക കേട്ടോ, നല്ല നേർപ്പിച്ച് ചായ പോലെ വെള്ളമാക്കിയിട്ട് കഴിക്കുക. ഈ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. ഇത് നിങ്ങൾക്ക് തൈര് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. ആവശ്യത്തിന് ഇത് എടുക്കുക, മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ ഉപയോഗിക്കുന്ന ഇത് കോട്ടക്കലിൻ്റെ ത്രിഫല ചൂർണ്ണാണ്. ഇത് ഒരു നുള്ള് കുറച്ചു മതി ഇതിൽ യൂസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി അതല്ല, ഓട്സിൻ്റെ പൊടിയാണോ, കടലപ്പൊടിയാണോ, കസ്തൂരി മഞ്ഞളോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും സാധാ മഞ്ഞൾപ്പൊടി ആയാലും മതി, നല്ല മഞ്ഞൾ കേട്ടോ, കടയിൽ നിന്ന് വാങ്ങുന്നതാവരുത്, നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചത്. അത് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ മിക്സ് ചെയ്യാം. ഏറ്റവും നല്ല റിസൾട്ട് ഇത് തരും. നല്ല പാകമായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്ത ഉടനെ നിങ്ങൾ ഒരിക്കലും റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ളിൽ പുറത്തെന്ത് കഴിക്കുന്നു കൊടുക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഉള്ളിൽ ഭക്ഷണത്തിൻ്റെത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് അനാറ്. ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ്, അതും ഡെയിലി ഉപയോഗിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഈയിടെയായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഒരു പൗഡർ ഉണ്ട്, നല്ലതാണ്, എനർജറ്റിക് ആവും, മാത്രമല്ല ഫേസൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആവും. ഇതേ അനുഭവം എനിക്ക് കീമോ ചെയ്യുമ്പോൾ ഉണ്ട്. ചേച്ചി കീമോ ചെയ്യല്ലേ, കീമോ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, കീമോ ഇല്ലാതെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ്. ഇത്തരം വ്യാജന്മാരെ സൂക്ഷിക്കാൻ തന്നെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് പറയാണ്. ഇതുപോലെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള അടങ്ങിയ പൗഡർ ഉണ്ട്. ഇതൊരു 3 മാസം ഉപയോഗിച്ചാൽ ബ്രൈറ്റ്നെസ് ആവും, അല്ലെങ്കിൽ നമ്മൾ എനർജറ്റിക് ആവും എന്നൊക്കെ പറഞ്ഞ് വരും. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ വീണു പോവാതിരിക്കുക. നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അത്രയും വില കൊടുത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള കെമിക്കൽ അടങ്ങിയ ആ ഫുഡ് വാങ്ങി കഴിച്ച് രോഗങ്ങൾ വരുത്തി വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ കിട്ടുന്ന നല്ല പേരയ്ക്ക, അനാറ്, എല്ലാ ഫുഡിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പം നല്ല ഭക്ഷണം കഴിക്കുക. മാത്രമല്ല
ഏറ്റവും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സ്കിന്നിന് ഗുണം ചെയ്യുക. സ്കിന്ന് ബ്രൈറ്റ്നസ് ആവാനോ വരണ്ട് പോവാതിരിക്കാനോ ഒക്കെ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ 3 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇതൊരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഫേസ് ബ്രൈറ്റ് ആയിരിക്കാൻ വെള്ളം നല്ലോണം കുടിക്കുക മാത്രമല്ല ആദ്യം ആശങ്കയും ഒക്കെ ഒഴിവാക്കി നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല കൃത്യസമയത്ത്, അതായത് നിങ്ങളൊരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, ആവശ്യത്തിനുള്ള വിശ്രമം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഫേസിൽ ആ ഒരു ബ്രൈറ്റ്നെസ് വന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയാം. എന്നിട്ട് ഞാനൊരു സൂത്രം കൂടെ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം. കഴുകി കഴിയുമ്പോഴേക്കും നിങ്ങൾ അല്ലെങ്കിൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് ഞാൻ പാക്ക് ഉപയോഗിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്നതാണ് കോട്ടക്കലിൻ്റെ കുങ്കുമാതി തൈലം. ഇത് കുറച്ചെടുക്കുക, ഒരല്പം മതി കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ദയവ് ചെയ്തിട്ടിത് അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഓക്കെ. ഇനി അതല്ല കഴുകുകയാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രം കഴുകുക. അതാണെങ്കിൽ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാതെ കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തന്നെ റിസൾട്ട് കിട്ടണമെന്നുള്ളത്. ഞാനിപ്പോൾ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞു തന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.